നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ 25 ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കും. അതിനുള്ള വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ 1975 ജൂൺ 25-നായിരുന്നു രാജ്യത്ത് വായും കണ്ണും മൂടിക്കെട്ടുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. തുടർന്ന് 2 വർഷക്കാലം പൗരന്മാരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു. ഭരണഘടന ഉയർത്തി പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസത്തെ ഭരണഘടനാ ഹത്യാ ദിവസമായി ആചരിക്കാൻ കൂടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. പാർലമെന്റിനകത്തും പുറത്തുമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഭരണഘടന ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് അസാധാരണമൊരു നീക്കം, അതും പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. 75 പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ 25 ഇനി മുതൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്നുള്ള വിജ്ഞാപനവും വ്യക്തമായി തന്നെ പുറത്തിറക്കി. യാതൊരു കാരണവുമില്ലാതെ ലക്ഷക്കണക്കിന് പേരെയാണ് ജയിലിലാക്കിയത്. മാധ്യമ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഏകാധിപത്യ മനോഭാവമാണ് ഇന്ദിരാഗാന്ധി എന്ന് കാട്ടിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ പോലും ഇല്ലാതാക്കിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഓർമ്മയ്ക്കായി ജൂൺ 25 സംവിധാൻ ഹത്യാ ദിനമായി ആചരിക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സ് ഹാൻഡിലിൽ കുറിച്ചത്. അടിയന്തരാവസ്ഥ കാലത്തെ കടുത്ത അധികാര ദുർവിനിയോഗത്തിനെതിരെ പോരാടുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്ത എല്ലാവർക്കും ആദരമർപ്പിക്കാൻ കൂടിയാണ് ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് അമിത്ഷാ പറയുന്നത്. കോൺഗ്രസ് ഭരണകാലത്തെ കറുത്ത അധ്യായം രാജ്യം ഒരു കാലത്തും മറക്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുറിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ കോൺഗ്രസും തിരിച്ചടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ജൂൺ 4 മോദി മുക്ത ദിനമായി ആചരിക്കണമെന്നാണ് കോൺഗ്രസ് വിമർശിച്ചത്. 10 കൊല്ലം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ മോദിയുടെ ഇത് തട്ടിപ്പാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിലെ പല പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട്. അത് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്.